നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു. ഒരു പുത്തൻ മാസമാണ് നാളെ നമ്മളുടെ മുന്നിലുള്ളത്. ഒരു മാസവും നമുക്ക് പ്രത്യാശ നൽകുന്നു. ഇവിടെ ഇടവ മാസത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നു. ഇടവം 1-ാം തീയതി. നാളെ 1200 ഇടവ മാസം 1-ാം തീയതിയാകുന്നു. 2025 മെയ് മാസം 15-ാം തീയതി. നാളെ വ്യാഴാഴ്ചയാകുന്നു. തങ്ങളുടെ ധർമ്മദൈവ സങ്കേതങ്ങളിൽ പോയി നാളെ വിളക്കിലേക്ക് എണ്ണ, തിരി, തദ്ദത് ദേവതകളുടെ പ്രധാന പ്രാർത്ഥന എന്താണ്, ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ സജീവമായി വ്യാപരിക്കണം. മലയാള മാസം 1-ാം തീയതിയാണ്. മലയാള മാസം 1-ാം തീയതി അതിൻ്റെ പ്രാധാന്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. അന്നാണ് ആ പുത്തൻ മാസവും ആ പുത്തൻ മാസത്തിൽ ധർമ്മദൈവ സംബന്ധമായ എല്ലാ അനുഗ്രഹങ്ങളും ധർമ്മദൈവങ്ങളിൽ നിന്നും നേടേണ്ടുന്ന ദിനം. ഏത് ക്ഷേത്രങ്ങളിലും മലബാറിലാണ് ഇതിനത്ര പ്രാമുഖ്യം കാണാത്തത്. മലബാർ വിട്ട് കഴിഞ്ഞാൽ മലയാള മാസം 1-ാം തീയതി വളരെ സജീവമായി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ പ്രവാഹം തന്നെ കാണാം. ഓരോ മാസത്തിൻ്റെയും പ്രാധാന്യമാണ് ആ വരുന്ന ആദ്യത്തെ ദിനത്തെ ധന്യമാക്കുന്നത്. അതിനാൽ അവിടെ എന്തൊക്കെ വഴിപാടുകൾ അതൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദിനത്തെ ധന്യമാക്കാം. നാളെ വ്യാഴാഴ്ചയാണ്. വിഷ്ണു സംബന്ധമായ പ്രാർത്ഥനകൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസമാകുന്നു വ്യാഴാഴ്ച. നാളെ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, നാളെ തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട ആരുടെ നക്ഷത്രമാകുന്നു? ആയില്യം, തൃക്കേട്ട, രേവതി. ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം ബുധനാകുന്നു. ജ്യോതിഷത്തിൽ ബുധനെ കൊണ്ടാണ് ശ്രീരാമാദ്യ അവതാര വിഷ്ണു രുദ്രക്ഷേത്രേഷു ചന്ദ്രാത്മജ. ചന്ദ്രപുത്രനായ ബുധനെ കൊണ്ടാണ് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹം തുടങ്ങിയ എല്ലാ ദേവതകളെയും നാം പ്രാർത്ഥിക്കേണ്ടത്. അതിനാൽ നിങ്ങളുടെ നാളത്തെ പ്രാർത്ഥന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നരസിംഹ ക്ഷേത്രത്തിലാകട്ടെ, നിങ്ങളുടെ സന്താനങ്ങളുടെ പ്രോസ്പിരിറ്റിക്ക് വേണ്ടി, പഠനത്തിന് വേണ്ടി വെണ്ണ നിവേദ്യം ശ്രീകൃഷ്ണ വഴിപാടായി സമർപ്പിക്കുക. മറ്റെല്ലാവർക്കും നരസിംഹ ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാടായി ചെയ്താൽ നാളത്തെ ദിനത്തിന് എല്ലാ ക്ലേശങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാനും ശത്രുദോഷം മുതലായ എല്ലാ തടസ്സങ്ങളും മാറുവാനും നാളത്തെ ദിനം വളരെ ഉത്തമമാകുന്നു. നാളത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:06 അസ്തമയം വൈകിട്ട് 6:36 നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. നാളെ രാഹുകാലം 1:30 മുതൽ 3 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു ഉച്ചയ്ക്ക്. രാഹുകാലത്ത് നാം ശുഭകാര്യങ്ങളൊന്നും അനുഷ്ഠിക്കാറില്ല. നാളെ ഉച്ചയ്ക്ക് 2:08 വരെ തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ടൻ്റെ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു. പ്രാർത്ഥനകൾ മേൽപ്പറഞ്ഞ രീതിയിൽ ചെയ്യുക. തൃക്കേട്ട നക്ഷത്രം കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം 2:08 മുതൽ മൂലം നക്ഷത്രമാകുന്നു. മൂലം നക്ഷത്രം നിങ്ങൾക്കറിയാം, നാളെ കറുത്തപക്ഷത്തിലെ തിഥി തൃതീയ തിഥിയാകുന്നു. ചന്ദ്രൻ കറുത്തപക്ഷത്തിൽ 5-ാം തീയതി വരെ ബലവാനാണ്. അതിനാൽ നാളത്തെ തിഥി കുഴപ്പമില്ല. മൂലം നക്ഷത്രവും പ്രായണ ശുഭകാര്യങ്ങൾക്കായി നാം സ്വീകരിക്കാറുണ്ട്. പക്ഷേ വെളുത്തപക്ഷത്തിലെ മൂലത്തിനാണ് ബലം. ആൺമൂലം അറകെട്ടി വാഴും, പെൺമൂലം പെരുവഴിയിലെന്നാണ് ചൊല്ലാറുള്ളത്. പലപ്പോഴും അന്വർത്ഥമാണ് ആ വരമൊഴി, വാമൊഴി. അശ്വതി മകം മൂലം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ഗണ്ഡാന്ത നക്ഷത്രങ്ങളാകുന്നു. ആദ്യത്തെ 15 നാഴിക അല്ലെങ്കിൽ ആദ്യത്തെ ഏറ്റവും കുറഞ്ഞത് ആദ്യത്തെ 3:45 നാഴിക. അതിനാൽ ശുഭകാര്യങ്ങളൊന്നും ഗണ്ഡാന്ത പുഷ്കലേ ജാതഹ പിതൃമാതൃ കുലാന്തകഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ഒരു കുട്ടി ഗണ്ഡാന്ത സമയത്ത് പിറക്കുകയാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും കുലത്തിന് അന്തകനായി ഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ വിശേഷിച്ച് നാളെ ശുഭകാര്യങ്ങളൊന്നും ചെയ്യുന്നത് 2:08 കഴിഞ്ഞ് വരുന്ന ഈ മൂലം നക്ഷത്രത്തിൽ അത്ര ശുഭകരമല്ല, ഫലം ഗുണകരമല്ല. അതിനാൽ നമുക്ക് നാളെ ശുഭകാര്യങ്ങൾക്കൊന്നും സമയം കാണാതിരിക്കുക. നാളെ 2:08 ശേഷം മൂലം നക്ഷത്രമാണ്. നിങ്ങൾ വൈകിട്ട് നിർബന്ധമായും സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി അല്ലെങ്കിൽ നാഗങ്ങൾക്ക് 100 പാലും വഴിപാടായി സമർപ്പിക്കുക. ആയില്യപൂജയോ സർപ്പബലിയോ ചെയ്യുക. അശ്വതി, മകം, മൂലം തുടങ്ങിയ 3 നക്ഷത്രങ്ങളുടെയും ആധിപത്യമുള്ള ഗ്രഹം കേതുവാകുന്നു. രാഹുവിൻ്റെ പുച്ഛമാകുന്നു കേതു, വാലാകുന്നു കേതു. അതിനാൽ ഓം രാഘവേ നമഃ,
ഓം കേതവേ നമഃ എന്ന പഞ്ചാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ടു നാളെ സർപ്പക്ഷേത്ര ദർശനവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ അനുകൂലമാകുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല ഒരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.